എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോ നരകത്തിൽ നിൽക്കുകയാണ്. അവിടെ തന്നെ നരകരാജാവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നരകരാജാവിന്റെ മുഖം എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോന്ന്. കുറച്ച് ആൾക്കാരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മുടെ സ്വർഗത്തിലെ പ്രസിഡന്റിന്റെ മുഖം പോലെ ഇല്ലേ കണ്ടിട്ട്. പുള്ളിക്കാരൻ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറോയിന്റെ പോക്കറ്റിൽ കിടന്ന സാധനം പറഞ്ഞില്ലായിരുന്നു എന്തോ ഒരു കാര്യം. അത് വേറൊന്നുമല്ല, ഇത് പ്രസിഡന്റ് ആണ്, സ്വർഗത്തിലെ പ്രസിഡന്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് നരകരാജാവാണ്, സ്വർഗത്തിലെ പ്രസിഡന്റ് അല്ല. എന്തായാലും നരകരാജാവ് ഹീറോനോട് നീ എല്ലാ നരകത്തിൽ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരുവാണെങ്കിൽ നിന്റെ ഭാര്യയെ നിനക്ക് വിട്ടുതരാം, അല്ലാതെ നിനക്ക് വിട്ടുതരത്തില്ല എന്ന് പറയും. ഇത് കേട്ട ഹീറോ നരകരാജാവിനോട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് താഴെ അഗ്നിയാണ്, അതിനകത്തെടുത്തങ്ങ് ചാടും. അങ്ങനെ ചാടുന്ന സമയത്ത് അതിനകത്ത് ചെന്ന് വീഴുന്നില്ല, പക്ഷേ സ്വർഗത്തിലാണ് ചെന്ന് ഇറങ്ങുന്നത്. സ്വർഗത്തിൽ പോയ ഒരാൾ അങ്ങനെ ശിക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം നരകരാജാവ് ശിക്ഷിക്കാതെ അവനെ നേരെ സ്വർഗത്തിലോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത്. എന്തായാലും സ്വർഗത്തിൽ ചെന്ന് വീഴുമ്പോഴത്തേക്കും ഹീറോ ചിന്തിക്കുന്നത് ഹീറോയിൻ എന്ത് പറ്റി കാണും. അതുപോലെ തന്നെ നരകരാജാവ് പറഞ്ഞിട്ടുള്ളത് എല്ലാ നരകവും എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഹീറോയിനെ വിട്ടുകൊടുക്കാന്നല്ലേ. ഹീറോ അതിനുള്ള മനസ്സ് കാണിച്ചുകൊണ്ട് തന്നെ ചിലപ്പം ഹീറോയിനെ വിട്ടുകൊടുത്ത് കാണും. അതുപോലെ തന്നെ ഹീറോയിനെ തൂക്കിയപ്പോൾ പാപത്തിന്റെ അളവ് കുറവാണ്, 49 കിലോയേ ഉള്ളൂ. 50 കിലോ ആണെങ്കിൽ നരകത്തിലിട്ട് ശിക്ഷിക്കാൻ പറ്റും. എന്നാൽ 49 മാത്രമേ ഉള്ളതുകൊണ്ട് നരകത്തിലിട്ട് ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഈ നേരം ഹീറോയിനും മുടിയനും വീട്ടിൽ വന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് അവരെ വെറുതെ വിട്ടിട്ടുണ്ട്. മുടിയൻ ഒരുപാട് പേടിച്ചുപോയി. മുടിയനല്ല, മുടിയത്തി ഒരുപാട് പേടിച്ചുപോയി. കാരണം നരകത്തിൽ പോകുമെന്ന് വിചാരിച്ചിരുന്നതാണ്. എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ട് പുറത്തു വന്നത്. ആ നേരം ഇവർ നരകത്തിൽ വെയിറ്റ് തൂക്കിയപ്പോൾ ഉള്ളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ആദ്യം ഹീറോയിനെയാണ് വെയിറ്റ് തൂക്കിയത്. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. 49 കിലോ ഉണ്ടായിരുന്നു, പക്ഷെ 50 ഉണ്ടായിരുന്നെങ്കിൽ നരകത്തിൽ പോയിരുന്നു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. 1 കിലോ കുറഞ്ഞിട്ട്. 1 കിലോ കുറഞ്ഞില്ല കേട്ടോ, 0.1 കിലോ. അതായത് വെറും 100 ഗ്രാമാണ് കുറഞ്ഞത്. 49.9 കിലോ ഉണ്ടായിരുന്നത്. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. എന്തോ ഒരു നല്ല കാര്യം എവിടോ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നീട് മുടിയത്തീനെ തൂക്കാണ്. എന്നാൽ മുടിയത്തിക്ക് തൂക്കമില്ല. കാരണം വേറൊന്നുമല്ല, മുടിയത്തി ആൾക്കാരെ ദ്രോഹിച്ചത് വേറൊന്നിനുമല്ല, ഹീറോയിൻ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ മുടിയത്തിക്ക് പാപമൊന്നുമില്ല, പൂജ്യത്തിൽ നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ നരകരാജാവ് ഇവർ രണ്ടുപേരും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് മുടിയത്തിയാണ് മുന്തിരി എന്നാണ്. മുടിയത്തിയോട് നീ എന്തിനാണ് ഞാൻ നരകത്തിൽ പോയെന്നും പറഞ്ഞ് നരകത്തിൽ വന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ മുടിയത്തിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുടിയത്തി ഇതെല്ലാം കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പേടിച്ചു പോയോണ്ട് തന്നെ ഒന്നും തിരിച്ചും പറയുന്നില്ല. ഈ നേരമാണ് അങ്ങോട്ട് ഹീറോ കയറി വരുന്നത്. ഹീറോയെ കണ്ട ഉടനെ ഹീറോയിന് സമാധാനമായി. അങ്ങനെ രണ്ടുപേരും കൂടെ ബെഡ്റൂമിൽ പോവാണ്. ഹീറോയിൻ അവിടെ ഇരുന്ന് കരയുകയാണ് കേട്ടോ. ഹീറോയിൻ ഒരുപാട് പേടിച്ചുപോയി. എന്നാലും മുടിയത്തിയുടെ മുമ്പിൽ സ്ട്രോങ് ആയിട്ട് നിന്നതാണ്. ഹീറോയിനെ ഹീറോ സമാധാനിപ്പിച്ച് കഴിഞ്ഞ് ഹീറോയിനോട് ഞാൻ നരകത്തിൽ വന്നായിരുന്നു, അവിടെ 18,000 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന ലാവയുണ്ടായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി അതിനകത്തോട്ട് എടുത്ത് ചാടി, പക്ഷേ എന്നെ സ്വർഗത്തിലോട്ട് പറഞ്ഞു വിട്ട്. ഞാൻ അത്രയും ധൈര്യശാലിയാണ്. ലാസ്റ്റ് നരകരാജാവ് വരെ പുറത്തിറങ്ങി വന്നിട്ട് നിന്റെ ഭാര്യ നിനക്ക് തരാൻ ധീര്യനേന്ന് പറഞ്ഞെന്ന് പറയും. ചുമ്മാ അങ്ങ് തള്ളി മറിക്കുകയാണ് ഹീറോയിനോട്. കഥ പറഞ്ഞു കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഹീറോയിനും നോക്കുമ്പോൾ മുടിയത്തി അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. കണ്ടോ, ഇത് മുന്തിരിയല്ല എന്ന് ഹീറോ പറയും. എന്നാൽ ഇത് കേൾക്കുന്ന ഹീറോയിൻ നീ മുന്തിരിയല്ലേ, നീ എന്തിനാ എൻ്റെ കൂടെ നരകത്തിൽ വന്നതെന്ന് ചോദിക്കും. ഞാൻ അല്ലാതെ തന്നെ നരകത്തിൽ വന്നേല്ലേ, നിങ്ങൾ പോയോണ്ടല്ല ഞാൻ നരകത്തിൽ വന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴാണ് ഹീറോയിന് മനസ്സിലായത് മുന്തിരിയല്ല മുടിയത്തി എന്നുള്ള കാര്യം. പിന്നീട് അവർ മൂന്നുപേരും കൂടെ മുന്തിരി കിടക്കുന്ന സ്റ്റോർ റൂമിൽ ചെന്ന് നോക്കുകയാണ്. എന്നാൽ മുന്തിരി അവിടെ ഇല്ല. മുന്തിരി എങ്ങോട്ടോ പോയി, ഹീറോയിനെ തപ്പി പോയതായിരിക്കാം. ഉടനെ തന്നെ ഹീറോയിനും മുടിയത്തിയും കൂടെ കൊടയെടുത്ത് എങ്ങോട്ടോ പോവുകയാണ്. ഈ സമയം ഇവിടെ മുന്തിരി സപ്പോർട്ട് സെന്ററിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എനിക്ക് നരകത്തിൽ പോകണം, ഞാൻ നരകത്തിന് അവകാശപ്പെട്ടവളാ, എന്നെ പെട്ടെന്ന് നരകത്തിലോട്ട് പറഞ്ഞുവിട്, എന്റെ ബോസ് നരകത്തിൽ പോയി, ബോസിനെ എനിക്ക് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ വഴക്കുണ്ടാക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുന്തിരിയുടെ ബാക്കിൽ നിന്ന് ആരോ വന്ന് വിളിക്കുകയാണ്. നോക്കുമ്പോൾ ഹീറോയിനാണ്. ഹീറോയിനെ കണ്ടുടനെ മുന്തിരിക്ക് സന്തോഷമാവുകയാണ്, വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ ഒരുപാട് പേടിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് മുടിയത്തി വരുന്നുണ്ട്. നീ ആരാന്ന് ചോദിക്കുമ്പോൾ മുടിയത്തി പറയാണ് ഞാൻ മുടിയത്തിയാണെന്ന്. ഹീറോയിൻ വേറൊന്നും പറയാൻ നിന്നില്ല. നമുക്ക് വീട്ടിൽ പോയി ഇതിനെപ്പറ്റി സംസാരിക്കാമെന്നും പറഞ്ഞ് ഹീറോയിൻ മുന്തിരി മുടിയത്തി അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോ അവിടെ നിൽപ്പുണ്ട്. ഹീറോയ്ക്ക് ജോലിയുണ്ട്. ജോലി കളഞ്ഞിട്ടാണ് നരകത്തിലോട്ട് പോയത്. ഇനി എന്താവോ എന്തോ. ഇത് കഴിഞ്ഞ് ഹീറോയിൻ മുടിയത്തിയും കൊണ്ട് അതുപോലെ തന്നെ മുന്തിരിയും കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിലിരുന്ന് മുന്തിരിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ പറ്റിച്ചത്, നീ എന്തിനാണ് മുടിയത്തിയാണെന്ന് പറഞ്ഞ് അഭിനയിച്ചെന്നൊക്കെ. എന്നാൽ മുന്തിരിക്ക് പോലും അറിയത്തില്ല അവള് മുടിയത്തിയാണോ അല്ലേ എന്നുള്ള കാര്യം. ഹീറോയിൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ആ ഒരു ക്യാരക്ടർ ഫോം ചെയ്തതാണ്. പക്ഷെ അത് മുടിയത്തിനെ പോലെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹീറോയിൻ മുന്തിരി മുടിയത്തിയാണെന്ന് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പൊ അത് പൊളിഞ്ഞിട്ടുണ്ട്. എന്നാലും മുന്തിരി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അതുപോലെ തന്നെ മുന്തിരി ഞാൻ അങ്ങനെ പെരുമാറിയപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് നല്ല സ്നേഹത്തോടെയാണ് തിരിച്ചു പെരുമാറിയത്. അതുകൊണ്ടാണ് ഞാൻ മുടിയത്തി ആവണമെന്ന് തീരുമാനിച്ചത്, അല്ലാതെ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതെന്നല്ല എന്ന് പറയുകയാണ് ഹീറോയിനോട്. ഇത് കേട്ടപ്പം ഹീറോയിന് ചെറുതായിട്ടൊരു വിഷമാവുന്നുണ്ട്. എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് പോട്ടോ എന്ന് പറഞ്ഞ് മുന്തിരി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ പറയാണ് ഞാൻ അത്ര കണ്ണിച്ചോരയില്ലാത്ത സ്ത്രീയൊന്നുമല്ല, നീ ഇവിടെ നിന്നോ, നിനക്ക് സ്വർഗത്തിൽ വീടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്നോ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഹീറോ അങ്ങോട്ട് കയറി വരികയാണ്. ഹീറോയ്ക്ക് എന്തോ
പറ്റി കേട്ടോ. ഹീറോ ആകെ എന്താ തളർന്ന് എന്തോ പോലെ കയറി വരികയാണ് അകത്തോട്ട്. നേരെ അവന്റെ റൂമിൽ കയറി ചെല്ലുകയാണ്. പക്ഷെ ഹീറോയിന് കാര്യം മനസ്സിലാവുന്നില്ല. ഇതറിയാനായിട്ട് ഹീറോന്റെ പിറകെ ഹീറോന്റെ റൂമിൽ ചെന്ന് കയറുകയാണ്. അവനോട് കാര്യം ചോദിക്കുകയാണ്. ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹീറോ നരകത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവന്റെ സ്വർഗത്തിലെ പോസ്റ്റ്മാൻ ജോലി നഷ്ടപ്പെട്ടു പോയി. ഹീറോ അതിന്റെ വിഷമത്തിലാണ് ബെഡ്റൂമിൽ വന്ന് കിടക്കുന്നത്. ഹീറോയ്ക്ക് ഒരുപാട് വിഷമായി കേട്ടോ അവന്റെ പോസ്റ്റ്മാൻ ജോലി പോയത്. അവൻ ഭൂമിയിൽ കുറെ നാൾ തളർന്നു കിടന്നേയില്ലേ. പിന്നീട് സ്വർഗത്തിൽ വന്നതിന് ശേഷമാണ് അവൻ എണീറ്റ് നടക്കാൻ തുടങ്ങിയതും ഈ ജോലി ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും. കാരണം ഈ ജോലിയിൽ കുറെ സ്ഥലത്ത് ചുറ്റാൻ പോവാം, സ്വർഗത്തിലെല്ലാം തോന്നുന്ന കണക്ക് നടക്കാം, ഭൂമിയിലും അത് കണക്ക് നടക്കാം. അതുകൊണ്ട് തന്നെ ഈ ജോലി പോയോണ്ട് അവന് ഭയങ്കര വിഷമായി കേട്ടോ. പക്ഷെ ഹീറോയിൻ അവനെ സമാധാനിപ്പിക്കുകയാണ്. സാരയില്ല, ഞാൻ പോയി പ്രസിഡന്റിന്റെ അടുത്ത് സംസാരിച്ച് അത് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട്. ഈ നേരം ഇവിടെ മുടിയെത്തി മുന്തിരീനെ വരട്ടാണ്. നീ ഞാനില്ലാത്ത സമയത്ത് ഞാനാന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് വിലസുമായിരുന്നല്ലേടി, എന്താടി നിന്റെ പ്രശ്നം? മര്യാദയ്ക്ക് തന്നെ മുടിയെത്തി സാറെന്ന് വിളിച്ചോളാം കേട്ടല്ലേ. ഇനി ഇവിടെ വല്ലതും കള്ളത്തര ഇറക്കാൻ നിന്നാണ്ടല്ലേ നിന്നെ കൊന്നളയും എന്ന് പറഞ്ഞ് മുന്തിരീനെ വരട്ടുകയാണ് മുടിയെത്തി. അതൊക്കെ പോട്ട് നീ എന്തിനാ നരകത്തിൽ പോകുന്നത്? നിനക്ക് എങ്ങനെ നരകം അവകാശപ്പെടുന്നത്? അതിന്റെ കാര്യം എന്ന് പറഞ്ഞ് കേക്കട്ടെന്ന് മുടിയെത്തി പറയുമ്പോ മുന്തിരി മറുപടി പറയാണ്. ചിലപ്പോൾ ഞാൻ ആരെങ്കിലും കൊന്നു കാണാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണാം, യഥാർത്ഥത്തിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിലോ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മുടിയെത്തി ഒന്ന് പേടിക്കുകയാണ്. കാരണം എവളിനി ഒരു കൊലപാതകയാണെങ്കിൽ നേരത്തെ കുറെ അവളെ വിരട്ടിയില്ലേ, അതുകൊണ്ട് തന്നെ ഇനി ഉറങ്ങിക്കിടക്കുമ്പോഴങ്ങനെ വന്ന് കൊന്നാലോ ആ പേടിയിൽ പറയുകയാണ്. എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അറിയാതെ പറ്റിയതാ, കുഴപ്പമില്ല, നീ നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ വിളിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ മുന്തിരിക്ക് മനസ്സിലായില്ല പേടിച്ചിട്ട് പറഞ്ഞാന്നുള്ള കാര്യേ. ഇതിനുശേഷം ഒരു പെൺകുട്ടി ബീച്ചിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ബീച്ചിൽ അങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ഇതും കണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ് മുന്തിരി. പക്ഷെ മുന്തിരിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ ഞാനിപ്പോ ചാവുകയെന്ന് പറഞ്ഞ് കിടക്കുമ്പോഴാണ് നോക്കുന്നത്, അതായത് മുടിയെത്തിയുടെ കാല് ഇവളുടെ നെഞ്ചത്താണ്. അതുകൊണ്ടാണ് ശ്വാസം എടുക്കാൻ പറ്റാത്തത്. മുടിയെത്തിയുടെ കാലെടുത്ത് മാറ്റിയിട്ട് നേരെ ആവുമ്പോഴത്തേക്കും ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. മുന്തിരി വിചാരിച്ചത് ഇപ്പൊ ഞാൻ മരിച്ചു പോവും എന്നാണ്. പക്ഷെ ഇത് സ്വർഗ്ഗമല്ലേ, സ്വർഗത്തിൽ മരിച്ചു പോവോ? പിറ്റേന്ന് രാവിലെ ഹീറോയിൻ മുടിയെത്തിയും വിളിച്ചുകൊണ്ട് ഹെവൻ സപ്പോർട്ട് സെന്ററിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് മുടിയെത്തിയുടെ കാര്യം പറയാണ്. അവളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ സ്റ്റാഫ് പറയുന്നത് അവളെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ വീട് കിട്ടത്തില്ല. മുടിയെത്തിക്ക് വേറെ വീട് എടുത്തു കൊടുക്കാൻ വന്നെയാണ് ഹീറോയിൻ. എന്നാൽ മുടിയെത്തിക്ക് വീട് കിട്ടത്തില്ല, കാരണം അവള് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അതറിയത്തില്ല, ചിലപ്പോൾ സമയം എടുക്കും, അല്ലെങ്കിൽ അവള് സ്വർഗത്തിന് അവകാശപ്പെട്ടതായിരിക്കത്തില്ല, നരകത്തിന് അവകാശപ്പെട്ടതാന്ന് സ്റ്റാഫ് പറയുന്നുണ്ട്. ഇപ്പൊ നരകത്തിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും താമസം വല്ലതും കാണും, പിന്നീട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരിക്കും. ആ നേരം പ്രസിഡന്റ് അതുവഴി നടന്നു പോകുന്നുണ്ട്. പ്രസിഡന്റ് നടന്നു പോകുമ്പം തലയുടെ മണ്ടയിൽ വെളിച്ചം കറങ്ങുന്നുണ്ട്. ഇത് കാണുന്ന മുടിയെത്തി എന്താ വിചാരിക്കുന്ന, ദൈവം പോകുന്നതാണ്. എന്നാൽ ഹീറോയിൻ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അതെന്റെ കൂട്ടുകാരനാണ്, ഇവിടുത്തെ പ്രസിഡന്റ് ആണ്, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന്. മുടിയെത്തിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഹീറോയിൻ പ്രസിഡന്റിന്റെ റൂമിൽ പോവാണ്. അവിടെ ചെന്ന് സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല സംസാരിക്കുന്ന, ഹീറോന്റെ ജോലിക്കാരിയാണ് സംസാരിക്കുന്നത്. ഹീറോയിൻ കാരണമല്ലേ ഹീറോന്റെ ജോലി പോയിരിക്കുന്നത്. ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഹീറോ നരകത്തിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ലാസ്റ്റ് അവന്റെ ജോലി പോയത്. അതുകൊണ്ട് തന്നെ ജോലി തിരിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ പ്രസിഡന്റ് പറയാണ് അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവൻ റൂള് ബ്രേക്ക് ചെയ്ത് എന്തായാലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. ഹീറോയിൻ എന്നാലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, കാരണം ഇവര് തമ്മിൽ കൂട്ടുകാരല്ലേ. ഓ അതെയോ, കൂട്ടുകാരാണോ, എന്നാലും നടക്കത്തില്ല എന്ന് പ്രസിഡന്റ് പറയാണ്. അതുപോലെ ഹീറോയിൻ നരകത്തിൽ എങ്ങനെയാ പോയെന്ന് പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ ആ മെഷീനിൽ ഒരു കല്ലെടുത്ത് ഇടിച്ച് ഞാൻ കൈവച്ച് സ്കാൻ ചെയ്തപ്പം എനിക്ക് അതിൽ നിന്ന് ഫുഡ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇടിച്ചത്, അങ്ങനെയാണ് ഞാൻ നരകത്തിൽ പോയതെന്ന്. അപ്പൊ എന്റെ കയ്യിൽ പൈസ എല്ലാം തീർന്നു പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് പറയാണ്, ഇല്ല അത് തീർന്ന് കാണത്തില്ല, ചിലപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയി കാണും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് അങ്ങനെ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓറിയന്റേഷന് വന്നപ്പം ഒരു ടാബ് തന്നില്ലായിരുന്നു, ആ ടാബിൽ നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം സൂചിപ്പിച്ച് ഓരോ സാധനങ്ങൾ അതിനകത്ത് കാണും, അതിന്റെ വിലയും കാണും. അപ്പൊ നിങ്ങൾ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെ പോയി കാണുവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറിക്കൊണ്ടിരിക്കും. ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഹീറോയിനോട്. എന്നാൽ ആ ഓറിയന്റേഷന് കിട്ടിയ ടാബ് എവിടാന്ന് ഹീറോയിൻ അറിയത്തില്ല, അതിന് വീട്ടിൽ പോയി കണ്ടുപിടിക്കണം. അന്ന് എന്തോ ടോയ്ലറ്റ് പേപ്പറാന്ന് പറഞ്ഞ് ഹീറോയിൻ എടുത്ത് കളയാൻ നിന്ന സാധനമാണ്, പക്ഷെ കളഞ്ഞില്ല. ഇതേ നേരം മുന്തിരി എവിടോ നിൽക്കുകയാണ് ആ സ്വർഗത്തിലെ ഒരു സ്ഥലത്ത്. അവിടെ നിന്നിട്ട് ഇന്നലെ കണ്ട സ്വപ്നത്തിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ആ ബീച്ചിൽ നിന്ന് ഡാൻസ് കളിച്ചൊരു പെൺകുട്ടിയില്ലേ, അതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനില് നമ്മുടെ പട്ടിക്കുട്ടനെ കാണിക്കുകയാണ്. പട്ടിക്കുട്ടന്റെ മുഖം തൊട്ട് വയറ് വരെ പൊള്ളിയിട്ടുണ്ട്, ചിലപ്പോൾ ആ നരകത്തിന്റെ ചൂടടിച്ചിട്ടായിരിക്കണം. ഇത് കാണുന്ന ബാക്കി രണ്ട് പട്ടിക്കുട്ടികൾ, ഓ നീ മാസാടാ, നിന്റെ ദേഹത്തൊക്കെ മൊത്തം പാടായല്ലേ, ഇനി എല്ലാ പട്ടികളും നിന്നെ കണ്ടാ പേടിക്കും, ഒരു ഗുണ്ട ലുക്ക് ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ ഈ പട്ടിക്കുട്ടികൾ അവനോട് നിന്റെ കൂടെ വന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ വേണ്ടാന്ന് പറയാണ്. കാരണം പള്ളിയിൽ വെച്ച നവന്മാർക്ക് നന്നായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്, കിടക്കാൻ നല്ല സൗകര്യങ്ങളും ഉണ്ട്, പിന്നെ എന്തിനാണ് തെരുവിൽ പോയി കിടക്കുന്നത് ഒരു മാസ്റ്റർ ഇല്ലാതെ, ഒരു നല്ല മാസ്റ്ററിനെ കിട്ടിയില്ലേ, അതുകൊണ്ട് തന്നെ വേണ്ടാന്ന്
വേണ്ടെന്ന് പറയാണ്. എന്നാൽ യവന്മാര് വരുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ ദേശീയക്കാരൻ പട്ടിക്കുട്ടി യവന്മാരെ മിരട്ടാണ്. അതായത് പട്ടികൾ മുരളിക്കൊണ്ട് നിൽക്കത്തില്ലേ, അത് കണക്ക് അവന്മാരോട് മുരളിയിട്ട് നിന്നിട്ട് അവന്മാരെ അവിടെ നിന്ന് പേടിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. ഇവനെന്തോടാ നമ്മളെ കടിക്കുമെന്ന് ചോദിച്ചിട്ട് അവന്മാര് പേടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിനും മുടിയനും കൂടെ അവരുടെ വീട്ടിൽ വന്ന് ആ കൊടുത്ത ടാബ് കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ച് അത് ഓണാക്കി നോക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടോ, ഈ മുടിയെത്തി ഇതിനകത്ത് ചോറിട്ട് കഴിച്ചായിരുന്നു ഈ ടാബിനകത്ത്. ഇതെന്താ സാധനം എന്ന് അറിയാതെ. എന്തായാലും ഇത് ഓണാവുന്ന സമയത്ത് അതിനകത്തൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഒരു കോണുണ്ട്, നമ്മൾ കഴിക്കുന്ന കോണില്ലേ, അതുപോലെ തന്നെ ഷൂ ഉണ്ട്, പെൺകുട്ടികളുടെ റിബൺ ഉണ്ട്, പിന്നെ ഒരു റേഡിയോ ഉണ്ട്, വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഒന്നും യഥാർത്ഥ വിലയല്ല കാണിക്കുന്നത്. ആ ഷൂവിന് തന്നെ 2.5 ലക്ഷം രൂപയുണ്ട്, ആ റിബണിന് 20 ലക്ഷം രൂപയുണ്ട്. രൂപയല്ല, വോണാണ്, സോറി. അതായത് ഹീറോയിൻ ഭൂമിയിൽ വെച്ച് ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഹീറോയിൻ മറന്നു പോയതാണ്. അതിന്റെ പൈസ സ്വർഗത്തിൽ വെച്ച് കിട്ടും. സ്വർഗത്തിലുള്ള ആൾക്കാർ ഹീറോയിനെ വന്ന് കണ്ട് അന്ന് ചെയ്ത കാര്യത്തിന് നന്ദി പറയുകയാണെങ്കിൽ എന്തായാലും ഈ പൈസ ഹീറോയിന്റെ അക്കൗണ്ടിലോട്ട് വന്നോളും. അതുകൊണ്ടാണ് ഈ ടാബ് കണ്ടുപിടിച്ചത്. ഇങ്ങനെ ടാബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലോട്ട് ആരോ കയറി വരുന്നുണ്ട്. ഒരു പയ്യനാണ് കയറി വരുന്നത്. ആ പയ്യനെ ആദ്യം കണ്ടപ്പം ഹീറോയിന് മനസ്സിലായില്ല. അവരെല്ലാരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ പയ്യൻ പറഞ്ഞു കൊടുക്കാണ് ആ പയ്യൻ ആരാണെന്നുള്ള കാര്യം. ആ പയ്യൻ ഭൂമിയിൽ ഒരു മുത്തശ്ശനായിരുന്നു. ഹീറോയിൻ പൈസ പിരിക്കാൻ ചെല്ലുന്ന ഒരു മുത്തശ്ശൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ ലോണും അടച്ചിരുന്നത്. അന്നൊരു ദിവസം ഹീറോയിനെ ഒരു സ്ത്രീ ചീത്ത വിളിച്ചില്ലായിരുന്നോ, നിങ്ങൾ നരകത്തിൽ പോയി പുഴുത്തു ചാവോന്ന് പറഞ്ഞ്. ആ ലേഡിയുടെ അച്ഛനാണ് ഇത്. പക്ഷെ സ്വർഗത്തിലായോണ്ടാണ് ഇത്രയും ചെറുപ്പമായിട്ടുള്ളത്. നമുക്ക് ആ അപ്പാപ്പന്റെ ബാക്കി കഥ കേട്ടു തുടങ്ങിയാലോ. ഒരു ദിവസം ആ മുത്തശ്ശൻ വണ്ടിയിൽ എന്തോ ആക്രി സാധനങ്ങളായിട്ട് മുത്തശ്ശന്റെ വീട്ടിലോട്ട് വരുമായിരുന്നു. ആ നേരം തന്നെ ഹീറോയിനും മുടിയെത്തി അവിടെ നിൽപ്പുണ്ട്. ഹീറോയിൻ ആ മുത്തശ്ശി തേരിയിൽ കിടന്ന് വലിക്കുന്നത് കാണുമ്പോൾ മുടിയെത്തിയോട് പറയുന്നുണ്ട് ചെന്ന് സഹായിച്ചു കൊടുക്കാൻ. അങ്ങനെ മുടിയെത്തി ചെന്ന് സഹായിച്ചു കൊടുക്കുകയാണ് ആ വണ്ടി തള്ളി കയറ്റാനായിട്ട്. അത് കഴിഞ്ഞ് അന്ന് സമ്പാദിച്ച എല്ലാ പൈസയും ഹീറോയിന് കൊടുക്കുകയാണ്. കാരണം ലോൺ അടയ്ക്കണ്ടേ, ബാങ്കിൽ നിന്ന് എടുത്ത ലോണാണ്, അത് ഹീറോയിനാണ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പൈസ ബാങ്കിന് വേണ്ടി ഹീറോയിന്റെ കൊടുക്കുകയാണ്. ഹീറോയിൻ അത് കളക്റ്റും ചെയ്യുന്നുണ്ട്. സമ്പാദിച്ച മുഴുവൻ പൈസ. ഇന്ന് ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ല. മുത്തശ്ശന്റെ അവസ്ഥ കണ്ട് ഹീറോയിൻ സങ്കടമാവുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ എന്ത് ചെയ്യാനാണ്, ഹീറോയിനും ആകെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഹീറോയിൻ എടുത്ത് പൈസ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മുടിയെത്തിയും ഹീറോയിനും അവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശൻ നേരെ വീട്ടിൽ കയറി ഡോർ അടയ്ക്കുകയാണ്. എന്നിട്ട് എന്തോ കയറക്കാണ്ട് എടുത്തിട്ട് അവിടെ നിന്ന് തൂങ്ങിച്ചാവാൻ നിൽക്കുമ്പോൾ ഡോറിൽ ആരും ഇട്ട് കൊട്ടുകയാണ് തുറക്കാൻ പറഞ്ഞിട്ട്. ഈ കഴുത്തിലിട്ട കയറുമായിട്ട് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിൻ വന്ന് എക്സ്ട്രാ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പൈസ തിരിച്ചു കൊടുക്കുകയാണ്. ഹീറോയിൻ കണ്ടിട്ടുള്ളതായിരുന്നു മുത്തശ്ശനുള്ള പൈസ എല്ലാം ഹീറോയിന് കൊടുക്കുന്നതായിട്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മുത്തശ്ശന് ഭക്ഷണം കഴിക്കാൻ പോലും അത് തികയത്തില്ല. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, തികയത്തില്ലെന്നല്ല, പൈസ ഇല്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഹീറോയിൻ ഡോറ് കൊട്ടി മുത്തശ്ശനെ തിരിച്ചു വരുത്തി പൈസ കൊടുത്തിട്ടുള്ളത്. എന്നാലും മുത്തശ്ശൻ തൂങ്ങിച്ചാവാൻ നിൽക്കുകയല്ലേ. ഇത് കണ്ടതോടെ ഹീറോയിൻ മുത്തശ്ശൻ തൂങ്ങിച്ചാവാൻ പോകുന്നത് മനസ്സിലാക്കിയെന്നും അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. എന്നാലും 2 കോൺ എടുത്ത് കൊടുക്കുകയാണ്. കഴിക്കുന്ന കോണില്ലേ, അത് കൊടുത്തിട്ട് മുത്തശ്ശനോട് ഇന്നൊരു കോൺ കഴിക്കണം, നാളെ ഒരു കോൺ കഴിക്കണമെന്ന് പറയാണ്. ഇത് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അസുഖം വരും. ചിലപ്പം പ്രായമായോണ്ടായിരിക്കണം ഞാൻ 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പം മുത്തശ്ശന് ഫുഡില്ലാത്തതുകൊണ്ട് ഇന്നൊരെണ്ണം കഴിക്കാനും അല്ലെങ്കിൽ നാളെ ഒരെണ്ണം കഴിക്കാനും ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. അന്ന് മരിക്കാൻ നിന്ന മുത്തശ്ശന് ജീവിക്കണം എന്നൊരു തോന്നലുണ്ടാക്കി കൊടുത്തത് മുത്തശ്ശിയാണ്. അതുകൊണ്ട് തന്നെ ആ നന്ദി ആ മുത്തശ്ശനുണ്ട്. മുത്തശ്ശന്റെ മക്കളൊന്നും മുത്തശ്ശനെ കാണാൻ വരത്തില്ല. കുറെ ആയി കേട്ടോ കാണാൻ വന്നിട്ട്. മരണശേഷമാണ് ആ മോള് വന്നിട്ടുള്ളത് മുത്തശ്ശനെ കാണാനായിട്ട്. ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ ഹീറോയിനോട് പറയുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട്. അന്ന് കോൺ കൊടുത്തോണ്ടാണ് മുത്തശ്ശന് ജീവിക്കാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ പയ്യനില്ലേ, ഈ നേരം ആ ടാബിന്ന് ആ കോൺ മാഞ്ഞു പോവാണ്. കഴിക്കുന്ന കോണില്ലേ, ആ കോണിന്റെ വില ഏകദേശം 50,000 രൂപയായിരുന്നു. അത് ഹീറോയിന്റെ അക്കൗണ്ടിലോട്ട് കയറുന്നുണ്ട്. 50,000 വോൺ, രൂപയല്ല വോൺ. പിന്നീട് രാത്രിയാകുമ്പോൾ ഹീറോയിൻ മുന്തിരിയെ വിളിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്നെ പെട്ടെന്നൊന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ല, അതുകൊണ്ട് തന്നെ നീ പേടിക്കണ്ട. പതിയെ നീ നിന്റെ സ്വപ്നത്തിലുള്ളത് ആലോചിച്ചെടുത്താൽ മതി, നിന്റെ പഴയ മെമ്മറികളല്ല. എന്നിട്ട് നിന്റെ ബന്ധുക്കൾ വല്ലതും ഈ സ്വർഗത്തിലുണ്ടെങ്കിൽ നീ അവിടെ പൊയ്ക്കോ. പതിയെ നീ ആലോചിച്ച് നിന്റെ സമയം എടുത്ത് എല്ലാം ചെയ്താൽ മതി, അല്ലാതെ നീ വെപ്രാളപ്പെടണ്ട, പതിയെ എല്ലാം ആലോചിച്ചെടുത്താൽ മതിയെന്ന് ഹീറോയിൻ മുന്തിരിയോട് പറയുന്നുണ്ട്. അതായത് അവളൊരു പെൺകുട്ടിയല്ലേ, എങ്ങനെയാണ് ഒരു വീട് പോലും ഇല്ലാത്ത പെൺകുട്ടീനെ പുറത്തിറക്കി വിടുന്നത്? ഒറ്റയ്ക്കായി പോകത്തില്ലേ? അതുകൊണ്ടാണ് ഹീറോയിൻ അങ്ങനെ പറഞ്ഞത്. ഈ നേരം നമ്മുടെ പ്രസിഡന്റ് ഹെവൻ സപ്പോർട്ട് സെന്ററിൽ ഇരുന്നിട്ട് എന്തോ പടം വരികയാണ്. ഈ പടം എന്തോന്നറിയാമോ? ഒരു അമ്മയും മോനും ഉള്ള പടമാണ്. ഭൂമിയിൽ ഒരു പയ്യന്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. അമ്മ മരിച്ച ആദ്യത്തെ പെരുന്നാളാണ് അവന്റെ, അതായത് ബർത്ത്ഡേ ആണ് അമ്മ മരിച്ചതിന് ശേഷമുള്ള. അവന്റെ കൂട്ടുകാർ അവനോട് ചെലവ് ചോദിക്കുന്നുണ്ട്. ബർത്ത്ഡേ അല്ലേടാ ചെലവ് തരാൻ പറഞ്ഞിട്ട്. എന്നാൽ അവന് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള മനസ്സില്ല. കാരണം അമ്മ മരിച്ചു പോയതിനു ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവന് ആഘോഷിക്കാൻ മനസ്സില്ല. രാത്രി വന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങി പോവുകയാണ്. ആ നേരമാണ് നമ്മുടെ പ്രസിഡന്റ് വരച്ച പടത്തിൽ നിന്ന് ഒരു മിന്നാമിനിങ് പോലുള്ള പ്രകാശം അവന്റെ തലയിൽ പോയി പതിക്കുന്നത്. അത് പതിച്ചതോടെ
കഴിഞ്ഞതോടെ അവന്റെ മനസ്സിലൊരു തോന്നൽ വരികയാണ്, അമ്മ പറയുന്നത് പോലെ മോനെ നീ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാതിരിക്കില്ലേ, നീ ആഘോഷിച്ചാലേ എനിക്ക് സന്തോഷമാവത്തുള്ളെന്ന് അമ്മയുടെ വോയിസിൽ അവന്റെ തലയിലോട്ട് അത് വരുന്നുണ്ട്. ഇത് അവന് കേൾക്കാനും പറ്റുന്നുണ്ട്. ഈ കാര്യം കണ്ട് അവൻ സ്വപ്നത്തിൽ നിന്ന് എണീക്കുകയാണ്. അടുത്തതൊരു പെൺകുട്ടീനെയും അമ്മേനെയും ഫോട്ടോയിൽ വരയ്ക്കുകയാണ് പ്രസിഡന്റ്. ഈ മിന്നാമിനിങ്ങും പറന്നുപോയി ഭൂമിയിൽ കിടന്നുറങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ തലയിൽ പതിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ തലയിൽ ഒരു സ്വപ്നമായിട്ട് വരുന്നുണ്ട്, മോളെ നീ നിന്റെ അച്ഛനും കൂടെ വേൾഡ് ട്രിപ്പിന് പോകണം, ഞാൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് നിങ്ങൾ പോവാതിരിക്കില്ലെന്ന്. ഈ സ്വപ്നം കണ്ട് ആ പെൺകുട്ടി എണീറ്റ് നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കാര്യം പറയാണ്, അമ്മയ്ക്ക് നമ്മൾ ടൂറിന് പോകുന്നത് ഇഷ്ടമാണ്, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല എന്ന്. അതായത് ഇവർ മൂന്നുപേരും ഒരുമിച്ചായിരുന്നു ടൂറിന് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അമ്മ മരിച്ചതിന് ശേഷം ഇവർ പോയിട്ടില്ല. ഇപ്പൊ അമ്മ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് പ്രസിഡന്റ് എഴുതിയതാണ്, ചിലപ്പോൾ അമ്മ പറഞ്ഞിട്ടായിരിക്കണം. എന്തായാലും അവർ പോവാൻ തീരുമാനിക്കുകയാണ് ടൂറിന്. രാത്രി മൊത്തം ഇതിരുന്ന് വരച്ച് ക്ഷീണിക്കുന്നുണ്ട് പ്രസിഡന്റ്. അവിടെ അങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ആ റൂമിലോട്ട് നമ്മൾ എയർപോർട്ടിൽ വെച്ച് ഒരാളെ കണ്ടില്ലേ, എയർപോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ആ ചെക്കിംഗ് ഉള്ള സ്ഥലം. അവിടെ ഒരു അമ്മ, എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ച പൈസയാണ്, ഇത് അവർക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് ചോദിച്ച ഒരമ്മയില്ലേ, ആ അമ്മ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പ്രസിഡന്റിനോട് എന്തോ പറയുന്നുണ്ട്, എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. ആ സ്ത്രീ എന്തോ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ആ റൂമിൽ നിന്ന്. ആ നേരം തന്നെ ഹീറോ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഹീറോ ആ സ്ത്രീയുടെ മുമ്പിൽ കുമ്പിടുന്നുണ്ട്, ആ സ്ത്രീയും തിരിച്ചും കുമ്പിടുന്നുണ്ട്. അവൻ പതിയെ റൂമിൽ ചെല്ലുകയാണ്. ചെന്ന് പ്രസിഡന്റിനെ സോപ്പിടുന്ന രീതിയിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ തൂക്കുകയും തുടക്കുകയും അടുക്കി പറക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് പ്രസിഡന്റിനോട് എന്നെ ഒന്ന് ജോലിക്ക് തിരിച്ചെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് എന്നാ ശരി നീ തിരിച്ച് ജോലിക്ക് കയറിക്കുമെന്ന് സന്തോഷത്തോടെ പറയുകയാണ്. ഇത് കേട്ട അവൻ പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ ഇനി എന്റെ ജീവൻ കൊടുത്തിട്ടായിരുന്നാലും എല്ലാവർക്കും ലെറ്റർ എത്തിയെന്ന് ഉറപ്പ് നൽകുന്നു എന്നും പറഞ്ഞ് ജോലിക്ക് കയറുകയാണ്. ഇന്ന് തന്നെ കയറുകയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് എന്തോ പറഞ്ഞിട്ടുണ്ട് ഹീറോനോട്, എന്തോ ഭൂമിയിൽ പോയി ചെയ്യാനാണ് പറയുന്നത്, എന്താണെന്ന് നമുക്കറിയില്ല, ഇനി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ നേരം നമ്മുടെ ഹീറോയിൻ വേറൊരു വീട്ടിൽ വന്നിട്ടുണ്ട്. ആ ടാബിലെ അഡ്രസ്സ് നോക്കിയിട്ട് അവിടെ വന്ന് വിളിക്കുമ്പോൾ ആരുമില്ല. മുടിയെത്തി ആകെ വിരട്ടുന്ന രീതിയിലാണ് ഡോറിലൊക്കെ ഇട്ട് കൊട്ടുന്നത്, മറ്റേ റൗഡികൾ കൊട്ടുന്ന പോലെ. അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കി ഇവര് തിരിച്ചു പോകുമ്പോൾ ഒരു ലേഡി വരുന്നുണ്ട്. ആ ലേഡി ഹീറോയിനോട് സംസാരിക്കുകയാണ്. ആ ലേഡിക്ക് ഹീറോയിനെ കണ്ടപ്പോഴേ മനസ്സിലായി ഹീറോയിൻ ആരാ എന്നുള്ള കാര്യം. എന്നാൽ ഹീറോയിൻ ഓർമ്മയില്ല. ആ ലേഡിയുടെ പേര് പറഞ്ഞു കൊടുക്കുമ്പം ഹീറോയിൻ ഓർമ്മ വരികയാണ്. അങ്ങനെ നമ്മൾ കഥയിലോട്ട് പോവുകയാണ്. ഈ ലേഡി ഹീറോയിന് ബാങ്കിൽ നിന്ന് എടുത്ത ലോണിന്റെ പൈസ തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു. എന്നാൽ ആ പൈസ തിരിച്ചടക്കണേന് മുമ്പ് ആ ലേഡി മരിച്ചുപോയി. അതുപോലെ തന്നെ ആ ലേഡിക്ക് ബന്ധുക്കളൊന്നുമില്ല, മരണച്ചടങ്ങിന് ആരും വന്നിട്ടില്ല. ഹീറോയിൻ ആ ലേഡിയുടെ നിന്ന് പൈസ വാങ്ങാൻ ചെല്ലുമ്പോൾ ഹീറോയിൻ അറിയുന്നത് ആ ലേഡി മരിച്ചുപോയെന്നാണ്. അങ്ങനെ മരണച്ചടങ്ങിന് വന്ന് നോക്കുമ്പോൾ ബന്ധുക്കൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ മരണച്ചടങ്ങ് നടത്താതെ ആ ലേഡിയെ അടക്കണമെന്ന് അവിടുത്തെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിൻ അവരോട് അത് സാരമില്ല, ഞാൻ പൈസ തരാം, നിങ്ങൾ ചടങ്ങെല്ലാം നടത്തിയിട്ട് വേണം അടക്കാനെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരും വന്നില്ലെങ്കിൽ പോലും അവിടെ ഭക്ഷണത്തിന് പൈസ അടയ്ക്കണം. അതുകൊണ്ട് തന്നെ അതിന്റെ പൈസ കൂടെ അവർ വാങ്ങുന്നുണ്ട്. ഹീറോയിൻ അങ്ങനെ ഈ മരിച്ചുപോയ ലേഡിയുടെ ചടങ്ങ് നടത്തുകയാണ്. അങ്ങനെ ഒരു നന്മ ഹീറോയിൻ ചെയ്തിട്ടുണ്ട്. ഹീറോയിൻ അത്ര കണ്ണിച്ചോരയില്ലാത്ത ഒരു ലേഡിയല്ല, നല്ലൊരു സ്ത്രീയായിരുന്നു, മനുഷ്യത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഈ കാര്യം ഹീറോയിൻ ഓർമ്മ കിട്ടുന്നുണ്ട്. ആ ലേഡി വന്ന് ഹീറോയിനോട് നന്ദി പറയുന്നുണ്ട്. മുടിയത്തിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മുടിയത്തി ഇനിയും സ്വർഗത്തിൽ വെച്ച് ഒരുപാട് നന്മ ചെയ്യണമെന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. അതായത് ഭൂമിയിൽ വെച്ച് ഒരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവര് നമുക്ക് കടപ്പെട്ടിരിക്കും. സ്വർഗത്തിൽ വരുമ്പം ആ പൈസ അവര് വേണം തരാൻ. മനസ്സിലായോ? നന്മ പൈസയായിട്ട് കൺവേർട്ട് ആവും. ആ പൈസ വെച്ച് ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അടുത്ത ആളെ തേടി പോവാണ് പൈസ വാങ്ങാനായിട്ട്. താനെ അവരുടെ അക്കൗണ്ടിലോട്ട് വന്നോളും. ഇവരൊന്ന് നന്ദി പറഞ്ഞാൽ മാത്രം മതി. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനില് ഹീറോ സന്തോഷപ്പെട്ട് വീട്ടിലോട്ട് കയറി പോവാണ്. വീട്ടിൽ കയറിപ്പോയി അവന്റെ യൂണിഫോം ഇട്ട് തിരിച്ചിറങ്ങി വരികയാണ്. അവിടെ തന്നെ മുന്തിരി നിപ്പുണ്ട്. മുന്തിരിയോട് ഒരു ഹായും പറഞ്ഞ് സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ നല്ല സന്തോഷത്തിലാണല്ലോ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയാണ് അവന് ജോലി തിരിച്ചു കിട്ടിയെന്ന്. അപ്പൊ മുന്തിരി പറയും എന്നെ കൂടെ ഒന്ന് ഭൂമിയിലോട്ട് കൊണ്ടുപോകും, എന്നെ ഓരോ കാര്യങ്ങൾ ഓർക്കാൻ അത് ചിലപ്പോൾ സഹായിച്ചാലോ, അതുമാത്രമല്ല ഞാനിവിടെ ബോറടിച്ചിരിക്കുകയാണ്, പ്ലീസ് 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 എന്ന് പറയും. ഇത് കേട്ട ഹീറോ മുന്തിരിയെ കൂടെ കൊണ്ടുവന്ന് സമ്മതിക്കും. എന്തായാലും ഇവിടെ ബോറടിച്ചിരിക്കില്ലേ, അപ്പൊ ഭൂമിയിൽ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് രണ്ടുപേരും തീരുമാനിക്കുകയാണ്. ഹീറോ ജോലിക്ക് പോകുന്നതാണ്, മുന്തിരി ജസ്റ്റ് ഓർമ്മകൾ തിരിച്ചെടുക്കാൻ വേണ്ടി ഭൂമിയിൽ പോകുന്നതാണ്. ഭൂമിയിൽ വെച്ച് ഓരോ ഓർമ്മകൾ കാണത്തില്ലേ, അത് തിരിച്ചെടുക്കാനായിട്ട്. ഭൂമിയിൽ പോയി ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എന്തായാലും അത് ഓർമ്മ വരും. അടുത്ത സീനിൽ ഹീറോയിൻ പള്ളിയിൽ വരുന്നുണ്ട്. അച്ഛനോട് സംസാരിക്കുകയാണ്. അച്ഛൻ ഒരുപാട് പേടിച്ചു പോയായിരുന്നു കേട്ടോ, ഹീറോയിൻ ഇനി നരകത്തിൽ നിന്ന് തിരിച്ചു വരത്തില്ല എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഇപ്പം അച്ഛന് സമാധാനമായി. അത് ഹീറോയിനോട് പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചാലോ എന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. എന്ത് ഫുഡാ കഴിക്കുന്നത്? നമുക്ക് റിവർ സ്നെയിൽ കറി വെച്ച് തിന്നാലോ, അതും പിന്നെ മത്തങ്ങയുടെ ഇല, പംകിന്റെ ഇല, അടിപൊളിയായിരിക്കും എന്ന് ഹീറോയിൻ പറയാണ്. അതിനെ ആദ്യം പോയി ഒച്ചിനെ പിടിക്കണ്ടേ, ഒച്ചിനെ കുറേക്കാർ തിന്നും കേട്ടോ. സ്നെയിൽ റിവർ സ്നെയിലാണ്, നദിയുടെ സ്നെയിൽ, മുത്തുച്ചിപ്പി പോലെ വല്ലതും ആയിരിക്കും. നമ്മളും തിന്നത്തില്ലേ കക്ക, അങ്ങനെ വല്ലതും ആയിരിക്കും. ഞാൻ ഒച്ചിനെ തിന്നിട്ടില്ല. എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, വവ്വാലിനെ തിന്നിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് വിശ്വസിച്ചിട്ടില്ല. ചിലപ്പോൾ തിന്നിട്ടുണ്ടാവില്ലേ. അത് കഴിഞ്ഞിട്ടാണ് നിപ്പയും കൊറോണയും വരുന്നത്. ഞാനപ്പോൾ എത്രാം ക്ലാസ്സിലായിരുന്നു, ഞാനന്ന്
കുട്ടിയായിരുന്നു. എന്തോ വവ്വാലിന് തിന്ന കുട്ടിയൊക്കെ ഇപ്പൊ ജീവനോടുണ്ടോ എന്തോ, അതോ വല്ല നിപ്പയും പിടിച്ച് സ്വർഗത്തിലോട്ട് പോയോ? നിങ്ങൾ നോക്കിക്കോ, ഈ സ്വർഗത്തിൽ അവിടെ എവിടെയെങ്കിലും കാണും. ഒരു ഇന്ത്യൻ മുഖഛായുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി അവിടെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മുടെ പള്ളിയിലച്ഛനും ഹീറോയിനും കൂടെ നദിക്കരയിലൊന്നും പോകുന്നില്ല, അവിടെ ചെറിയൊരു കുളമുണ്ട്. ആ കുളക്കരയിൽ പോയി അതിനകത്ത് ഇറങ്ങി എന്തൊക്കെയോ ഒച്ചിനെ ചവിട്ടുമ്പം അത് അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അതിനെ പറക്കി കഴുകി വൃത്തിയാക്കി പാകം ചെയ്യാൻ റെഡിയാക്കുകയാണ്. പള്ളിയിലച്ഛന് ഭയങ്കര സന്തോഷമായി കേട്ടോ, ഇനി ടേസ്റ്റോടെ ഭക്ഷണം കഴിക്കാമല്ലോ. അതുമാത്രമല്ല, കുളത്തിലൊന്നും ഇറങ്ങി ഇങ്ങനെ ഒച്ചിനെയൊന്നും പിടിച്ചിട്ടില്ല. അതുകൂടെ ആയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആവുകയാണ്, നല്ല സന്തോഷമാവുകയാണ്. ഈ നേരം നമ്മുടെ ഹീറോ ഭൂമിയിൽ വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നമുക്ക് ഇനി പോകുമ്പോൾ മനസ്സിലാക്കാം. ആ ഭൂമിയിൽ തന്നെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ കല്യാണത്തിന് ആങ്ങളെയും പെങ്ങളും മാത്രമേ ഉള്ളൂ. അതായത് അവർക്ക് പേരൻസ് ഇല്ല. ഇതറിയാവുന്ന കുറച്ച് സ്ത്രീകള്, പരദൂഷണക്കാരികളായിട്ടുള്ള സ്ത്രീകള് അവിടെ നിന്ന് ആ പെൺകുട്ടീനെ പറ്റി കുറ്റം പറയുന്നുണ്ട്. അവൾ അങ്ങനെയാണ്, അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നതാണ്, പാവപ്പെട്ട വീട്ടിലാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ്. എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ആൾക്കാർ കാണും. ചില സ്ഥലത്തൊക്കെ പോയി ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണി കൊള്ളത്തില്ലെന്ന് പറയും. എന്നാ പിന്നെ കഴിക്കാതിരുന്നൂടെ, വൃത്തികെട്ട ആൾക്കാർ. അനിയത്തിയും ചേച്ചിയാണ് കേട്ടോ ഇവര്. ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. ഇത് കാണുന്ന അനിയൻ വന്ന്, ചേച്ചി നിങ്ങളിങ്ങനെ കല്യാണ ദിവസത്തിൽ കരയാൻ പാടില്ല എന്ന് പറഞ്ഞ് കളിയാക്കാണ്. എടാ ഇറങ്ങിപ്പോടാ, എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ചേച്ചി തിരിച്ച് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അച്ഛനും അമ്മയും മരിച്ചു പോയതിനു ശേഷം ഞാൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറയുന്നു. നിങ്ങളുടെ കല്യാണ ദിവസം ഞാൻ ഇറങ്ങിപ്പോയാൽ ആൾക്കാരെന്ത് വിചാരിക്കും? ഞാൻ ഇറങ്ങിപ്പോണോ? പറ, എൻ്റെ അടുത്ത് പറ, മര്യാദയ്ക്ക് പറ എന്ന് തിരിച്ച് കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. ചേച്ചിയുടെ കരച്ചിൽ കണ്ടിട്ട് കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ചേച്ചി വീണ്ടും പൊട്ടിക്കരയുകയാണ് കേട്ടോ. ഇത് കണ്ട നമ്മുടെ അനിയൻ ചേച്ചിയുടെ അടുത്ത് പോയി മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ചേച്ചിയെ സമാധാനിപ്പിക്കുകയാണ്. ചേച്ചി കരയണ്ട, എന്തായാലും ചേച്ചി കല്യാണം കഴിയുമ്പോൾ നല്ലൊരു ഫാമിലി ഉണ്ടാവും, കുട്ടി ഉണ്ടാവും, ചേച്ചിക്ക് പിന്നെ സന്തോഷമല്ലേ, അത് തന്നെ ധാരാളമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അങ്ങോട്ട് വരുന്നുണ്ട്. ഹീറോ അങ്ങോട്ട് വന്ന് ഇവർക്ക് രണ്ടുപേർക്കും എന്തോ ഒരു പൊതി കൊടുക്കുകയാണ്. ഒരു പാസ്ബുക്ക് ആണ് കേട്ടോ. അവരത് തുറന്നു നോക്കുമ്പോൾ ആ പാസ്ബുക്കിനകത്ത് നിറച്ചും പൈസയാണ്, മില്യൺസ് ഓഫ് ഫോൺസ് ആണ്. അതായത് ഇവർ പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് നല്ല പൈസക്കാരായിട്ടുണ്ട്. അമ്മ കുറച്ചേ സമ്പാദിച്ചുള്ളൂ, എന്നാൽ പ്രസിഡന്റിനെ കണ്ട് പറഞ്ഞപ്പം പ്രസിഡന്റ് സമ്മാനമായിട്ട് കുറച്ചധികം പൈസ കൊടുത്തിട്ടുണ്ട്. അത് ഇവർക്ക് പാസ്ബുക്ക് ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇനി ബാങ്കിൽ നിന്ന് പൈസ എടുക്കാം. ഓരോ ആൾക്കാർക്ക് 2 പാസ്ബുക്ക് വീതം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് 2 അക്കൗണ്ടിൽ നിറച്ചും പൈസ ആയിരിക്കും. ഇവരിത് കണ്ട് കണ്ണു നിറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഇതൂടെ തരാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെ മുറുകെ കെട്ടിപ്പിടിക്കുകയാണ് ഹീറോ. ആ ലേഡി എഴുതിയ ലെറ്ററും ആ പാസ്ബുക്കിനകത്ത് ഉണ്ടായിരുന്നു. മക്കളെ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അമ്മ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ വിഷമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതും വായിച്ച് അവർ പൊട്ടിക്കരയാണ് രണ്ടുപേരും. ഹീറോ അവരെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് ഇവരുടെ കല്യാണമാണ്. അങ്ങോട്ട് തന്നെ അനിയൻ ചേച്ചീനെ കൈ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ അവിടെ 2 ചെയറുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഇരിക്കാനാണ്. അതിലൊരു ചെയറിൽ അമ്മയുടെ ആത്മാവ് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ അത് ആർക്കും കാണാൻ പറ്റത്തില്ല, നമ്മുടെ ഹീറോയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹീറോയും ആ കല്യാണം കൂടാനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെയും പള്ളിയിലച്ഛനെയും കാണിക്കുകയാണ്. പള്ളിയിലച്ഛനും ഹീറോയിനും കൂടെ സ്നെയിൽ കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഹീറോയിനൊരു സങ്കടം പോലെ, ഈ ഒച്ചയൊക്കെ മരിച്ചാൽ ഇനി സ്വർഗത്തിൽ വരുമെന്നാണ് ഡൗട്ട്. ഇതൊക്കെ നല്ല ഒച്ചാണെങ്കിൽ സ്വർഗത്തിൽ വരുമെന്ന് പള്ളിയിലച്ഛനോട് ചോദിക്കുകയാണ്. എന്നാൽ പള്ളിയിലച്ഛനും ഇതിന്റെ ഉത്തരം അറിയത്തില്ല. എങ്ങനെയാണ് സ്വർഗത്തിലെ ഒച്ചിനെ കൊന്നിട്ട് അത് വീണ്ടും സ്വർഗത്തിലോട്ട് വരുമോ? വരുമായിരിക്കുമല്ലേ, എനിക്കറിയില്ല, എന്നാലും ചിലപ്പോൾ വരുമായിരിക്കും. എന്തായാലും ഹീറോയിൻ പള്ളിയിലച്ഛനോട് എല്ലാ ഒച്ചിനെയും ഒന്ന് ബ്ലസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. സ്വർഗത്തിലുള്ള ഒച്ചിനെ സ്വർഗത്തിൽ വിടാനായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ഓരോ സ്നേഹിനെയും പ്രാർത്ഥിച്ച് അതിനെ കുക്ക് ചെയ്ത് അവർ കഴിക്കുകയാണ്. അവര് നല്ല സന്തോഷത്തിലാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹീറോയിന്റെ സങ്കടങ്ങൾ പറയുകയാണ്. എന്നിട്ട് പള്ളിയിലച്ഛനോട് പള്ളിയിലച്ഛന്റെ സങ്കടങ്ങൾ പറയാൻ പറയുമ്പോൾ പള്ളിയിലച്ഛൻ, ഞാൻ എന്റെ സങ്കടം നിങ്ങളോട് പറയത്തില്ല എന്ന് പറയാണ്. അവന് സങ്കടം പറയാൻ താല്പര്യമില്ല. എന്തായാലും അവർ രണ്ടുപേരും തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഹീറോയിന് എണീക്കാൻ പറ്റുന്നില്ല. കുറെ നേരം ഇരുന്നുകൊണ്ട് മുട്ട് നല്ല വേദന എടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ എടുത്തോണ്ട് പള്ളിയുടെ അവിടം വരെ കൊണ്ടുപോകാന്ന് പള്ളിയിലച്ഛൻ പറയുമ്പോൾ ഹീറോയിൻ അത് വേണ്ടാന്ന് പറയും. എന്നാൽ പള്ളിയിലച്ഛൻ, ഇനി നിങ്ങൾ മുട്ട് വയ്യാതെ മരിച്ചുപോയാൽ പള്ളിയിൽ വരാൻ വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ മെമ്പറായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ എടുത്തോണ്ട് പോകാന്നും പറഞ്ഞ് അവൻ നിർബന്ധിച്ച് ഹീറോയിനെ മുതുകത്ത് കയറ്റി നടന്നു പോവുകയാണ് അവിടെ നിന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നടു കഴിക്കുന്നുണ്ടോ, ഞാൻ വേണമെങ്കിൽ ഇറങ്ങി നടന്നു വരാന്ന്. എന്നാലും പള്ളിയിലച്ഛൻ സമ്മതിക്കുന്നില്ല. അത് സാരമില്ല, നിങ്ങൾക്കൊരു പൂടയുടെ വെയിറ്റ് ഉള്ളെന്നും പറഞ്ഞ് ഹീറോയിനെ എടുത്തോണ്ട് പോവുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, പള്ളിയിലച്ഛൻ 5 വയസ്സ് വരെ ജീവനോട് ഇരുന്നിട്ടുള്ളൂ. എന്നാലും പള്ളിയിലച്ഛൻ നല്ലൊരു പയ്യനാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോനെ മുന്തിരിയും കാണിക്കുകയാണ്. അവർ രണ്ടൊരു ഭൂമിയിൽ വന്നിട്ടുണ്ട്. ആ ലെറ്റർ എടുക്കുന്ന ബോക്സിൽ നിന്ന് ലെറ്റർ എടുക്കുകയാണ്. ലെറ്ററൊക്കെ എടുത്തു കഴിഞ്ഞ് ട്രെയിൻ വരാൻ കുറച്ചുകൂടെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി നടക്കാന്ന് വിചാരിച്ച് ഹീറോയും മുന്തിരിയും അവിടെ നടക്കുമ്പോൾ ഹീറോ മുന്തിരിയോട് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് വേറൊരു കടയിൽ കയറി ചെല്ലുന്നുണ്ട്. ആ കടയിൽ തന്നെ ഒരു സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫിനോട്, ഒരു മുത്തപ്പനുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന, ആ മുത്തപ്പൻ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല, എവിടാന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുക
കൊടുക്കുകയാണ് ആ മുത്തശ്ശൻ എവിടാന്നുള്ള കാര്യം. ആ മുത്തശ്ശൻ മറിഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അത് ആ സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോ അന്ന് വന്ന് സംസാരിച്ചില്ലായിരുന്നു ഒരു മുത്തശ്ശനോട്. കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കിയപ്പം ഈ മുത്തശ്ശൻ കുറെ നാളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാന്ന് മനസ്സിലായില്ലേ? ആ മുത്തശ്ശനെയാണ് ചോദിച്ചത്. ആ മുത്തശ്ശനാണ് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഹീറോ പുറത്തിറങ്ങി വരുന്നുണ്ട്. ആ നേരം മുന്തിരി അവിടെ നിൽക്കുന്നുണ്ട്. മുന്തിരിയെ വിളിക്കുന്നുണ്ട്, ഞാൻ ഇപ്പം വരാന്ന് പറയുന്നുണ്ട്. എന്നാൽ മുന്തിരി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. തൊട്ട് ഫ്രണ്ടിൽ ഒരു പയ്യൻ നടന്നു പോകുന്നുണ്ട്. അവന്റെ ഷർട്ടിനകത്ത് ഒരു പ്രിന്റ് ഉണ്ട്. അതായത് മുന്തിരി സ്വപ്നത്തിൽ കാണത്തില്ലേ ഒരു ലേഡി ഡാൻസ് കളിക്കുന്നത്, ആ പ്രിന്റാണ് അവന്റെ ഷർട്ടിലുള്ളത്. അതും നോക്കി അങ്ങനെ രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് 6ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.